ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻ്റായി ചെയ്യുന്ന PG കോഴ്സുകളുടെ അഡ്മിഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻസ് അടുത്ത് തന്നെ വിളിക്കുന്നതാണ്. കോവിഡ് കാരണം ചെറിയ ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം UG കോഴ്സുകളായിരിക്കും വിളിക്കുക, അതിന് തൊട്ട് പിന്നാലെ PG കോഴ്സുകൾക്കും ഉടനെ തന്നെ അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ്, അത് എവിടെയൊക്കെ സെൻറ്റേഴ്സാണ് എന്ന ഡീറ്റെയിൽസൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻ്റ് ആയിട്ട് PGക്ക് ഓഫർ ചെയ്യുന്ന കോഴ്സ് ഡീറ്റെയിൽസ് ഇതാണ്. സോ പ്രോഗ്രാംസ് ഓഫേർഡ് ആർ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ അറബിക്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി, മലയാളം, പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി, സാൻസ്ക്രിറ്റ് ആൻഡ് സോഷ്യോളജി. ഇത്രയും MA കോഴ്സുകളാണ് ഡിസ്റ്റൻ്റ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ. ഇനി വരുന്നത് മാസ്റ്റർ ഓഫ് കൊമേഴ്സ്, MCOM, പിന്നെ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ മാത്തമാറ്റിക്സ്, സോ MSc മാത്തമാറ്റിക്സ്. ഈ 12 കോഴ്സുകൾക്കാണ് നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ അപ്ലിക്കേഷൻസ് അടുത്ത് തന്നെ കോൾ ഫോർ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സെൻറ്റേഴ്സ് സെലക്ട് ചെയ്യാനുണ്ട്. അതായത് എവിടെയാണ് നിങ്ങൾക്ക് കോൺടാക്ട് ക്ലാസ്സസ് അവൈലബിൾ ആവുക എന്നുള്ള സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ MA അറബിക്. അറബിക് മാർക്ക് സിസ്റ്റത്തിലും ഗ്രേഡിംഗ് സിസ്റ്റത്തിലും ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. സോ അണ്ടർ മാർക്ക് സിസ്റ്റം ഐ വിൽ റീഡ് ഇറ്റ് ഔട്ട്. BA അറബിക് അഫ്സലുൽ ഉലമ, ഡബിൾ മെയിൻ വിത്ത് അറബിക്, BA ഫങ്ഷണൽ അറബിക്. സോ അറബിക് റിലേറ്റഡ് ആയ എനി സബ്ജക്ട്സ് വിത്ത് 50 മാർക്സ് ഇൻ പാർട്ട് 3 or BA BSc excluding alternative pattern degree with Arabic in part 2 with 50% marks of this university or equivalent degree. അതായത് നിങ്ങളുടെ അറബിക് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുള്ള കോഴ്സുകൾക്ക് ദെൻ 50 മാർക്സ് ആണ് അവർ കട്ട് ഓഫ് ആയിട്ട് വെച്ചിട്ടുള്ളത്, 50%. ആൻഡ് റിലാക്സേഷൻ 5% റിലാക്സേഷൻ ഉണ്ട് OBC OEC കാൻഡിഡേറ്റ്സ്. പിന്നെ SC ST ആണെങ്കിൽ ജസ്റ്റ് പാസ് പെർസെൻറ്റ് മതി. Similarly you have here for grading system, so you can just read through. പിന്നെ വരുന്നത് നെക്സ്റ്റ് MA എക്കണോമിക്സ്. MA എക്കണോമിക്സിനും ഇതേപോലെ മാർക്ക് സിസ്റ്റത്തിലും ഗ്രേഡ് സിസ്റ്റത്തിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. BA ഡിഗ്രി ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി വിത്ത് എക്കണോമിക്സ്, ഫോറിൻ ട്രേഡ്, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ഓർ ഇക്വലന്റ് ഡിഗ്രി വിത്ത് 45% മാർക്സ് ഫോർ പാർട്ട് 3 or BSc degree of this university with statistics or mathematics or equivalent degree with 70% marks in part 3 and 5% relaxation for OBC OEC. പിന്നെ SC ST just need to pass. അതേപോലെ ഗ്രേഡിംഗ് സിസ്റ്റത്തിലും പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല തോന്നുന്നു. 45% മാർക്സ് ഇൻ യുവർ പാർട്ട് 3 ഡിഗ്രീസ്. BA ഡിഗ്രി ആണെങ്കിൽ പാർട്ട് 3യിൽ 45% മാർക്സ്. പിന്നെ BSc ഡിഗ്രി ആണെങ്കിൽ അവിടെ പറയുന്നത് 70% മാർക്സ് ഇൻ യുവർ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് എക്സെട്ര. പാർട്ട് 3 വരുന്ന ആ ഒരു പാർട്ടിൽ 70% മാർക്സ് ആണ് MA എക്കണോമിക്സിന് പറഞ്ഞിട്ടുള്ളത്. ഓവർ ടു MA ഇംഗ്ലീഷ്. MA ഇംഗ്ലീഷിന് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA ഇംഗ്ലീഷ് ആൻഡ് ഹിസ്റ്ററി, BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, 45% മാർക്സ് ഫോർ യുവർ ഇംഗ്ലീഷ് മെയിൻ പേപ്പേഴ്സ്. ഓർ BA BSc with 45% in your part 1 ഇംഗ്ലീഷിന് 45% അല്ലെങ്കിൽ പാർട്ട് 1ന് 45%. റിലാക്സേഷൻ 5% for OBC OEC and SC ST need to pass. സിമിലർലി ഇവിടെ അണ്ടർ ഗ്രേഡ് സിസ്റ്റമും സിമിലർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി MA ഹിന്ദി ആണെങ്കിലും സെയിം കണ്ടീഷൻ തന്നെ ഇംഗ്ലീഷിനെ പോലെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദി വരുന്ന പാർട്ടിലാണ് 45% മാർക്സ് നിങ്ങൾക്ക് കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ MA ഹിസ്റ്ററി എനി ഫസ്റ്റ് ഡിഗ്രി ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്സ് ഓർ ഇക്വലന്റ് ഫോർ പാർട്ട് 3 എക്സ്ക്ലൂഡിംഗ് യുവർ സബ്സിഡറീസ്. ദെൻ 5% റിലാക്സേഷൻ ഫോർ OBC and OEC and SC ST need to pass. സോ MA ഹിസ്റ്ററിക്ക് എനി ഡിഗ്രി മതി. MA മലയാളം സിമിലർലി ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് MA മലയാളം വരുന്നത്. 45% ഫോർ യുവർ പാർട്ട് 3. ദെൻ മലയാളം സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ദെൻ MA പൊളിറ്റിക്കൽ സയൻസ് വരുന്നത് BA degree in political science
or any other degree with at least one main paper as BA Public Administration or BA West Asian Studies. So ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം ഫോർ യുവർ ഡിഗ്രി കോഴ്സസ്. ദെൻ കട്ട് ഓഫ് പറയുന്നത് 45%. Similarly for your grading system. Now for MA Philosophy, any UG degree, 45% in your part 3. Relaxations ഒക്കെ സെയിം ആണ്, 5% OBC and OEC, and SC/ST need only to get a pass. MA Sanskrit, BA Sanskrit with 50%, or any BA BSc with Sanskrit in your part 2 with 50% and 5% relaxation for OBC, OEC, and SC/ST need to get a pass. MA Sociology ഇതുപോലെ any degree 45% ആണ് കട്ട് ഓഫ് പറഞ്ഞിട്ടുള്ളത് in your part 3. Then MCom, let's check out MCom. Any candidate who have passed BCom or BBA from University of Calicut, or BCom, BBA, BBM or BBS degree of any other university or institution in any state recognized by UGC or AICTE and approved by University of Calicut with minimum 45% marks for your equivalent grade are eligible for admission. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സായാൽ മതി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആസ് സെറ്റ് ബൈ UGC ഓർ AICTE. അതിന് 45% ആണ് കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റിലാക്സേഷൻ, OBC and SC/ST students are eligible for mark grade relaxation as per their university rules. ഇനി BCom ഓണേഴ്സ് ആണെങ്കിൽ your minimum cut off is 50%. Then for MSc Mathematics, BSc degree in Mathematics or equivalent with 50% marks in your or equivalent grade in core and at least 50% marks in your part 3. Relaxation same ആണ് 5% and for OBC, OEC and SC/ST need to get a pass. So ഇതൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഓരോ കോഴ്സിനും ഡിഫറെൻറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, ഡിഫറെൻറ്റ് കട്ട് ഓഫ് ആണ് പെർസെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് അടുത്ത് തന്നെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ സോ കീപ്പ് ഇൻ ടച്ച്. അപ്പോൾ അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്താൽ ഉടനെ തന്നെ അതിന് റിലേറ്റ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. സോ ഇതൊക്കെയാണ് സ്റ്റഡി സെൻറ്റേഴ്സ് അഥവാ കോണ്ടാക്ട് ക്ലാസ്സസ് ഉണ്ടാകുന്ന സെൻറ്റേഴ്സ്. അപ്പോൾ ഈ സെൻറ്റേഴ്സ് ചേഞ്ച് ആവാനും ചാൻസ് ഉണ്ട്. അതായത് എത്ര സ്റ്റുഡൻസ് ആണ് ഒരു സെൻറ്റർ ഓപ്റ്റ് ചെയ്യുന്നത് എന്നനുസരിച്ച് സെൻറ്റേഴ്സ് ചിലപ്പോൾ ചേഞ്ച് ആവാം, ചിലപ്പം ഇതൊന്ന് എടുത്തു കളയാം, ഡിലീറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഇതിൽ ഏതെങ്കിലും സെൻറ്റേഴ്സ് നിങ്ങൾക്ക് അപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കാനായിട്ടുണ്ടാവും. അപ്പോൾ ഏത് സെൻറ്ററാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് ആദ്യമേ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരി കാലിക്കറ്റ്, അത് MCom കോഴ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. MCom MA കോഴ്സസ് ഇതാ, പിന്നെ MSc മാത്തമാറ്റിക്സ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഗവൺമെൻറ് കോളേജ് മലപ്പുറം, MCom ആൻഡ് MA അറബിക് എക്കണോമിക്സ് ആൻഡ് മലയാളം. ദെൻ ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂർ, കോഴ്സുകൾ ഇതാണ്. ദെൻ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ, അവിടെ MCom മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ദെൻ MES കാലടി, MES കാലടി കോളേജ് മണ്ണാർക്കാട്. സോ ഡീറ്റെയിൽസ് കോഴ്സുകൾ ഇതാണ്. ദെൻ ഗവൺമെൻറ് കോളേജ് മടപ്പള്ളി, അവിടെ MComഉം MA അറബിക് ഇംഗ്ലീഷ് മലയാളം ആൻഡ് സോഷ്യോളജി ഉണ്ട്. പിന്നെ വരുന്നത് ഗവൺമെൻറ് കോളേജ് ചിറ്റൂർ, MComഉം MA ഇംഗ്ലീഷും. WMO കോളേജ് വയനാട്, അവിടെ MComഉം MES വളാഞ്ചേരിയിൽ MComഉം. So these are the different centers, study centers where you can apply for distant education as your contact class center. ഇനി നമുക്ക് ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് ചെക്ക് ചെയ്യാം.